ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ ഒരു രീതിയിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. വലിയ മധുരം ഇല്ലാത്ത മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആരോറൂട്ട് പോലത്തെ ബിസ്ക്കറ്റുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു 20 ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി കട്ടയുണ്ടെന്നുള്ളത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്താലും മതിയാവും. ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മിൽക്ക് പൗഡറാണ്. മിൽക്ക് പൗഡർ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് കോക്കനട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി കോക്കനട്ട് ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം എടുത്താലും മതിയാവും. പാലാവുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറേശ്ശെ ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പാലിൻ്റെ അളവ് ഓരോരുത്തരുടെയും ബിസ്ക്കറ്റിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കണം. അപ്പോൾ ബോൾസുകളാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിയ ബോൾസാക്കി എടുക്കരുത്. കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെ എടുക്കുക. കാരണം ഇത് ഫ്രൈ ചെയ്തൊക്കെ വരുമ്പോഴത്തേനും ഇതൊരു ഡബിൾ സൈസായിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ച് ചെറുതാക്കിയിട്ട് എടുക്കുക. പിന്നെ വലിയ ബോൾസ് ആവുന്ന സമയത്ത് ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ട് തന്നെ ബോൾസുകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മിക്സിൽ നിന്ന് ഏകദേശം ഒരു 14 ബോൾസുകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ആദ്യം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടുക. എന്നിട്ട് പതിയെ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം ഒന്ന് സ്മൂത്ത് ആക്കിയിട്ട് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ക്രാക്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കും. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസുകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 10 മുതൽ 15 വരെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് ഷുഗറും അതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ഏലക്ക ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ വേണ്ടിയിട്ടാണ്. അപ്പം ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മളുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഒട്ടുന്ന പരുവത്തിൽ ആയി കിട്ടും. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട. അതിൻ്റെ തൊട്ട് മുൻപുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഷുഗർ സിറപ്പ് കിട്ടേണ്ടത്. ഗുലാബ് ജാമുൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ റോസ് വാട്ടർ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ജാമുൻസൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിലാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ചെറിയ ചൂടോടുകൂടെ തന്നെ ഇവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ജാമുൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല മുങ്ങി പൊരിയുന്ന രീതിയിലാണ് നമുക്ക് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇടുങ്ങിയ പാനൊന്നും എടുക്കരുത്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്തിന് നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ തുടക്കം തൊട്ട് അവസാനം വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജാമുൻ പെട്ടെന്ന് കറുത്ത് പോവുകയും ചെയ്യും, ആവശ്യത്തിന് കുക്കാവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് മെല്ലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നല്ല ഈവനായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ല വാമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടാകും. സാധാരണ ഗുലാബ് ജാമുൻ പോലെയല്ല, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ ഗുലാബ് ജാമുൻസിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂടോടുകൂടെയോ അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷമോ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻസാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.